ഷാർജ കോൺസുലേറ്റിലെ നടപടികൾ വേഗത്തിൽ പൂർത്തിയായാൽ അതുല്യയുടെ മൃതദേഹം ഇന്ന് തന്നെ നാട്ടിലെത്തിക്കാനാകുമെന്നാണ് പ്രതീക്ഷ. ഷാർജയിലും നാട്ടിലും ഒരുപോലെ നിയമ നടപടികൾ ശക്തമാക്കാനാണ് ബന്ധുക്കളുടെ തീരുമാനം. മാതാവിന്റെ പരാതിയിൽ സതീഷിനെതിരെ തെക്കുംഭാഗം പോലീസ് കൊലക്കുറ്റത്തിന് കേസെടുത്തിട്ടുണ്ട്. ദിലീപ് ദേവസി നൽകും വിശദാംശങ്ങൾ. ദിലീപ്, നാട്ടിലും വിദേശത്തും നിയമ നടപടികളുമായി മുന്നോട്ടു പോകാനുള്ള കുടുംബത്തിന്റെ തീരുമാനം. അതിനിടയ്ക്ക് ഇന്ന് അതുല്യയുടെ മൃതദേഹം നാട്ടിലെത്തുമോ? വെരി ഗുഡ് മോർണിംഗ് റോഷ്നി. ഇപ്പോൾ ഇന്ത്യൻ കോൺസുലേറ്റ് വഴി അതുല്യയുടെ സഹോദരി അഖിലയാണ് ഈ ഷാർജ പോലീസിൽ പരാതി നൽകുക. മാത്രമല്ല, കേരളത്തിൽ ഇപ്പോൾ ഈ തെക്കുംഭാഗം പോലീസിൽ ഈ സതീഷിനെതിരെ പരാതിയുണ്ട്, കേസുണ്ട്. അത് കൊലക്കുറ്റത്തിനാണ് തെക്കുംഭാഗം പോലീസ് കേസെടുത്തതും. തെക്കുംഭാഗം പോലീസിൽ എന്തൊക്കെ എവിഡൻസ് ഇവർ ഈ ബന്ധുക്കൾ അതുല്യയുടെ മാതാവ് നൽകിയിരുന്നു, അതേ തെളിവുകൾ തന്നെയാണ് ഷാർജയിലും കൊടുക്കുക. ഇന്ത്യൻ കോൺസുലേറ്റ് വഴി ഇവർ ആണ് പരാതി നൽകുന്നത്. മാത്രമല്ല, ഷാർജ ഇന്ത്യൻ അസോസിയേഷനുമായി കഴിഞ്ഞ ദിവസം ചർച്ച നടത്തിയിരുന്നു. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന് പരാതി നൽകാൻ അഖില ഒരുങ്ങുന്നത്. ഈ സതീഷ് ഈ അതുല്യയെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളെല്ലാം തന്നെ നമ്മൾ കണ്ടതാണ്. ഒരു സൈക്കോ തരത്തിൽ മർദ്ദിക്കുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ ചില മെസ്സേജുകൾ ഈ അതുല്യ സുഹൃത്തുക്കൾക്ക് അയച്ചിരുന്നു. അതിൽ തൻ്റെ ജീവൻ താൻ കളയുകയാണ്, ഇതിന് കാരണം ഭർത്താവ് സതീഷാണെന്നടക്കം പറയുന്നുണ്ട്. അതൊരു ഡിജിറ്റൽ തെളിവുകളായിട്ടാണ് ഈ ഷാർജ പോലീസിന് അതുല്യയുടെ സഹോദരി അഖില നൽകുക. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇവർ ഇപ്പോൾ ഷാർജ പോലീസിന് പരാതി നൽകിയാൽ അവിടെ ഇന്ത്യൻ കോൺസുലേറ്റ് വഴി അടുത്ത നീക്കങ്ങൾ മൃതദേഹം എങ്ങനെ നാട്ടിലെത്തിക്കാം എന്നുള്ളതാണ്. അതിൻ്റെ ഒരുക്കങ്ങളാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലാണെങ്കിൽ സതീഷിനെതിരെ തെക്കുംഭാഗം പോലീസ് കേസെടുക്കുകയും 8-അംഗ പ്രത്യേക അന്വേഷണ സംഘം ഈ കേസ് അന്വേഷിക്കുകയും ചെയ്യുമെന്നാണ് പറഞ്ഞത്. വിവിധ വകുപ്പുകളാണ് ചുമത്തിയിട്ട് കൊലക്കുറ്റം, ഗാർഹിക പീഡനം, ഒപ്പം സ്ത്രീധന നിരോധന പീഡന നിയമമടക്കം ചുമത്തിക്കൊണ്ടാണ് തെക്കുംഭാഗം പോലീസ് കേസെടുക്കുകയും ചെയ്തത്. ഓരോ വാക്കുകളും അതുല്യ പറയുന്ന ഓരോ വാക്കുകളും ഓരോ മലയാളിയുടെ നെഞ്ചിൽ തറയ്ക്കുന്ന വാക്കുകളാണ്. കാരണം അവർ ഇത്രയും വർഷം 10 വർഷമാണ് ഗാർഹിക പീഡനം ഏറ്റുവാങ്ങിയിരിക്കുന്നത്. ഈ സ്വന്തം മകൾക്ക് വേണ്ടി താൻ ഇത്രയും ഏറ്റുവാങ്ങി എന്നാണ് ഇവർ മറ്റു ബന്ധുക്കളോടൊക്കെ പറഞ്ഞത്. സതീഷ് മദ്യപിച്ച് കഴിഞ്ഞാൽ മറ്റൊരു വ്യക്തിയാണ്, ആ മദ്യപിച്ചെത്തി വീട്ടിലെത്തി തന്നെ അതിക്രൂരമായി മർദ്ദിക്കുന്നു എന്ന് പറയുകയും ചെയ്യുന്നു. ഒപ്പം ആ മർദ്ദിക്കുന്നു എന്ന് പറയുക മാത്രമല്ല, മർദ്ദിച്ച ശേഷം പറ്റിയ പരുക്കുകളുടെ ദൃശ്യങ്ങൾ സഹിതം കൊടുക്കുകയും ചെയ്തു. ഇനി എങ്ങനെയാണ് സതീഷ് മർദ്ദിക്കുന്നത്? മദ്യപിക്കുന്ന ദൃശ്യങ്ങൾ കൊടുക്കുന്നു, മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ കൊടുക്കുന്നു. അങ്ങനെ താൻ ഏറ്റുവാങ്ങിയ പീഡനങ്ങൾക്ക് തുടക്കം മുതൽ അവസാനം വരെയുള്ള എല്ലാ കാര്യങ്ങളും ഇത് അതുല്യ ദൃശ്യങ്ങളായി ചിത്രീകരിക്കുകയും അത് സമർപ്പിക്കുകയും സുഹൃത്തുക്കൾക്ക് നൽകുകയും ചെയ്തു. സതീഷാണ് ഇതിനെ ന്യായീകരിക്കുന്നത്. താൻ കുഞ്ഞുമായി, അതായത് അത്ര സ്നേഹത്തോട് വിളിക്കുന്ന ഒരു വാക്ക്, മരണശേഷമാണ് തന്നെ കുഞ്ഞു എന്നാണ് ഈ അതുല്യയെ വിളിക്കുന്നത്. നേരത്തെ തന്നെ അതുല്യ ഒന്ന് സ്നേഹത്തോടെ വിളിച്ചിരുന്നു. ഒരു പക്ഷേ ഈ കുട്ടിക്ക് ഇങ്ങനെയൊരു ആപത്തുണ്ടാകില്ലായിരുന്നു എന്നാണ് ബന്ധുക്കളടക്കം പറയുന്നത്. ഇതെല്ലാം ഈ മദ്യലഹരിയിൽ ഉണ്ടാക്കിയതാണ്. ഇപ്പോൾ ആളൊന്ന് മാറി ന്യായീകരണത്തിൻ്റെ രീതിയിലേക്ക് എത്തുന്നു എന്നാണ് അതുല്യ ബന്ധുക്കൾ പറയുന്നത്. എന്തായാലും ഇതിനെയൊന്നും ഇവർ ആരും വിശ്വസിക്കുകയും ചെയ്തിട്ടില്ല. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കൃത്യമായ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാണ് പറയുന്നത്. ഇതുതന്നെയാണ് സതീഷിൻ്റെ മാതാവ് പറഞ്ഞിരിക്കുന്നത്. തൻ്റെ മകൻ കുറ്റക്കാരനാണെങ്കിൽ ശിക്ഷിക്കപ്പെടണം. ഒരു സ്ത്രീക്കും ഇതുപോലെ ഉണ്ടാകരുത് എന്നാണ്. ഒരു ഭ്രാന്തനെ പോലെയാണ് താൻ തൻ്റെ മകനെ കണ്ടതെന്നും 5 വർഷമായി തൻ്റെ മകനും താനും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്നാണ് സതീഷിൻ്റെ മാതാവും നമ്മളടുത്ത് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഷാർജ പോലീസിൽ അതുല്യയുടെ സഹോദരി അഖില പരാതി നൽകാൻ ഒരുങ്ങുകയാണ്. അതിനുശേഷം നിയമ നടപടികളെല്ലാം പൂർത്തിയാക്കിയ ശേഷം അതുല്യയുടെ മൃതദേഹം നാട്ടിലെത്തിക്കും. റോഷ്നി. ദിലീപ് ദേവസിയാണ് വിശദാംശങ്ങൾ നൽകിയത്.